കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ മേഹം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അച്ഛൻ്റെ കൂടെ വരുന്നത് രാഹുൽ ഗാന്ധി. അത് ഈ വാഹനത്തിൽ വന്ന് വാഹനത്തിൻ്റെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങൾ ഒന്നിച്ചിങ്ങനെ വന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്നായിരിക്കും ഞങ്ങൾ കൂടുക. വന്ന് പിന്നെ അപ്പോൾ ഈ വാഹനവ്യൂഹം വന്ന് നിന്ന് സ്റ്റേജിലേക്ക് പോവാണ്. സ്റ്റേജിലേക്ക് പോകുമ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു രാഹുൽ ഗാന്ധി ഉണ്ട് പിന്നെ കാറിൽ നിന്ന് പറഞ്ഞു, ജീപ്പിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രാജീവ് ഗാന്ധിനെ അങ്ങ് വിട്ടു മീൻസ് രാജീവ് ഗാന്ധിൻ്റെ പടം നമ്മുടെ അടുത്ത് ഒരുപാടുണ്ടല്ലോ. രാഹുൽ ഗാന്ധിനെ അങ്ങനെ കിട്ടിയിട്ടില്ല, ആദ്യമായിട്ട് കാണുപോലും ചെയ്തിട്ടില്ല. അങ്ങനെ ഈ ജീപ്പിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ രാഹുൽ ഗ്ലാസ്സൊക്കെ പൊക്കിയിട്ടില്ല, AC ആണ്, കാരണം ജിപ്സി അങ്ങനെയുള്ള ജിപ്സി ഉണ്ട് അതിനുള്ളിൽ ഇരിക്കുക. അപ്പോൾ ഞാൻ മെല്ലെ ഒന്ന് ഇങ്ങനെ കൊട്ടിയിട്ട് ഒന്ന് പുറത്തിറങ്ങുമെന്ന് വെച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ 2-3 തവണ ഞാൻ പ്ലീസ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഗ്ലാസ് കുറച്ചൊന്ന് താഴ്ത്തി, ഒന്ന് താഴ്ത്താമെന്ന് വെച്ചു. ഗ്ലാസ് ഒന്ന് കുറച്ച് താഴ്ത്തി. ഞാൻ പറഞ്ഞു കേരളത്തിൽ നിന്ന് വരുന്ന ഫോട്ടോഗ്രാഫറാണ്, കേരളത്തിൽ കോൺഗ്രസ്സുകാർക്കും അല്ലാത്ത ആൾക്കാർക്കൊക്കെ നിങ്ങളെ അച്ഛനെയൊക്കെ വലിയ ഇഷ്ടമാണ്, എല്ലാവരെയും ഇന്ദിരാഗാന്ധി മുതലുള്ള ഫാമിലിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കാനാണ്, ഒന്നൊന്ന് പുറത്തിറങ്ങി നിന്നൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ പുറത്തിറങ്ങി നിന്നു. ഞാൻ വിചാരിച്ച അദ്ദേഹം വീണ്ടും ആ വണ്ടീൻ്റെ ഉള്ളിലേക്ക് കയറുന്നുള്ളതാണ്. പക്ഷേ അവിടെ നിന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്കാർ കൂടി. കാരണം പലർക്കും അറിയില്ലായിരുന്നു ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതെന്നുള്ളത് അറിയില്ലായിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്കാർ കൂടി. അപ്പോൾ പിന്നെ അച്ഛൻ്റെ അടുത്തേക്ക് സ്റ്റേജിൻ്റെ മുകളിൽ കയറിയില്ല, താഴേക്ക് പോകുന്ന കുറേ പടങ്ങളെടുത്തു. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ കിട്ടാത്തൊരു പടം പിന്നീട് ഉപയോഗിക്കാൻ പറ്റുന്നത്, അപ്പോൾ മാക്സിമം കിട്ടുന്നൊരു ചാൻസ് അത് മാക്സിമം പടം എടുക്കുക എന്നുള്ളത്. അവർ ചെറിയ കുറച്ച് ദൂരെ നടന്നുള്ളൂ, മാക്സിമം പടം എടുക്കുക എന്നുള്ളത് അത് ശരിക്കും വലിയ വാല്യൂ ഉള്ള പടമായി എന്നുള്ളതാണ്. ശരിക്കും ആ കാലത്തൊരു പടം കിട്ടുക എന്നുള്ളത് അതിനെ മറ്റുള്ള ഫോട്ടോഗ്രാഫർമാർ ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ ഈ എല്ലാം നമ്മൾ ശ്രദ്ധിച്ച് നടന്നാലേ നമുക്ക് നല്ല പടങ്ങൾ കിട്ടുകയുള്ളൂ. ശരിക്കും രാഹുലിന് ശരിക്കും അച്ഛൻ്റെ ഒരുപാട് ക്യാരക്ടർ രാഹുലിനുണ്ട്. ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ ഏറ്റവും നല്ല റോഡ് ഷോ നടത്തുന്ന ആളായിരുന്നു രാജീവ് ഗാന്ധി. റോഡ് ഷോയൊക്കെ ഇടയ്ക്ക് ഡാബയിൽ കയറി ചായ കുടിക്കുക, അതൊക്കെ രാജീവ് ഗാന്ധിൻ്റെ ഒരു സിസ്റ്റമായിരുന്നു. അത് തന്നെയാണ് മകൻ ഇപ്പോൾ രാഹുൽ ഗാന്ധി കുറേയൊക്കെ പിന്തുടരുന്നതാണ്. പിന്നെ ഇവർക്കുള്ള ഈ നെഹ്റു കുടുംബത്തിനുള്ള ഒരു ഗുണം എന്താണെന്ന് പറയണമെങ്കിൽ അവർ ശരിക്കും ആത്മാർത്ഥമായിട്ട് ഒരു പാവങ്ങളെ തൊടുക പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ആത്മാർത്ഥത ഉണ്ടാവും. അപ്പോൾ രാജീവ് ഗാന്ധിൻ്റെ ഇതാണെങ്കിലും അറിയാം അതിൽ ഭയങ്കര ആത്മാർത്ഥത ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു ഫോട്ടോ രാജീവ് ഗാന്ധിൻ്റെ കൂടെ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ഞാൻ പല സ്ഥലങ്ങളിലും കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ തോന്നുന്നത് ഇപ്പോൾ പലപ്പോഴും ചോദിക്കും ഒരു പടം അഥവാ കിട്ടിയിട്ടില്ല എന്ന് ചോദിക്കും, എന്തെങ്കിലും വേണമെന്ന് ചോദിക്കാറുണ്ടായിരുന്നു ശരിക്കും. കാരണം എല്ലാവരായിട്ടും നല്ലോണം മിങ്കിൾ ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഒരു പടം ഒന്നും കിട്ടിയില്ല എന്നൊരു തോന്നലുണ്ടായി കഴിഞ്ഞാൽ തന്നെ അത് അദ്ദേഹം എങ്ങനെയെങ്കിലുമൊക്കെ അതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല എന്നുള്ളതാണ്. അതാ ഇൻബോൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്, ആ കുടുംബത്തിൻ്റെ ഒരു നന്മയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണ് രാഹുലും പിന്തുടരുന്നത്. ശരിക്കും രാഹുലിൻ്റെ കെട്ടിപ്പിടുത്തത്തിനൊക്കെ ഭയങ്കര ഈ പാവങ്ങളൊക്കെ പിടിക്കുന്നതിന് ശരിക്കും നല്ല അതൊരു പബ്ലിസിറ്റി അല്ല ശരിക്കും. അത് നമ്മൾ കൂടെ യാത്ര ചെയ്താൽ ഇവർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്ന കുറേ കാര്യം. 2011 വന്നപ്പോഴുള്ള രാഹുലല്ല 2019 വന്നിട്ടുള്ള രാഹുൽ, രണ്ടും ഞാൻ കണ്ടതാണ് ശരിക്കും. അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ രാഹുൽ ഗാന്ധി പിന്നെ ഈ കോഴിക്കോട് പോയി അടുത്ത് കഴിഞ്ഞ മാസം വന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിച്ച് പോകുമ്പോഴാണ് ഞങ്ങളടുത്ത് ഈ പിന്നെ വേക്കൻ്റ് ആയിരുന്നു, പത്രക്കാർക്ക് വേണ്ടി ഒരുപാട് സ്ഥലം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പത്രക്കാർക്ക് അത്ര സ്ഥലം വേണ്ട, കോഴിക്കോട് അത്ര അധികം പത്രക്കാരില്ല. പല സ്ഥലത്ത് രാഹുൽ പ്രസംഗിച്ച് വരുന്നുണ്ട്, കോഴിക്കോട് അത്ര ഉണ്ടാവില്ല. അപ്പോൾ ആ സ്ഥലത്തേക്ക് നമ്മളെ സിദ്ദീഖ് DCC പ്രസിഡൻ്റാണ് മൈക്കിലൂടെ പറഞ്ഞത്, ആ സ്ഥലം പത്രക്കാർക്ക് വിഷമില്ലാത്ത പ്രയാസപ്പെടാത്ത രീതിയിൽ ഓഡിയൻസ് കയറിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ ഓഡിയൻസും കൂടെ കുറേ അങ്ങോട്ട് കയറിയിരുന്നു. അതിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരുടെ കയ്യിൽ അപ്പോഴേ ഒരു കത്തുണ്ട്. അവർ കത്ത് എഴുതി റെഡിയാക്കി വെച്ചത് രാഹുലിന് കൊടുക്കാനുള്ളതാണെന്ന് എൻ്റെ അടുത്ത് ഇരുന്ന് അപ്പോൾ കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. തൊട്ടടുത്ത പോലീസുകാരനോട് ചോദിച്ചു ഇതൊന്ന് അവിടെ ഏൽപ്പിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു അദ്ദേഹം ആ ഡ്യൂട്ടി ചെയ്യുന്ന ആളല്ല. പോലീസുകാരൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ രാഹുൽ സ്റ്റേജിൽ ഇരുന്ന് രാഹുൽ എപ്പോൾ ഓഡിയൻസിലേക്ക് നോക്കുമ്പോൾ ഈ സ്ത്രീ കത്തെടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇത്ര നല്ല ഡിസ്റ്റൻസാണ് ശരിക്കും, സ്റ്റേജും പിന്നെ നമ്മളെ സ്ഥലം തമ്മിൽ നല്ല ഡിസ്റ്റൻസാണ്, കുറച്ച് ചെറുതായിട്ടേ കാണുള്ളൂ. പക്ഷേ രാഹുൽ അത് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. അവരുടെ കത്ത് എനിക്കുള്ളതെന്ന് രാഹുൽ മനസ്സിലാക്കി. അതാണ് ശരിക്കും ഒരു നല്ല ബുദ്ധിയുള്ള നല്ല ഒരു പൊളിറ്റീഷ്യൻ്റെ, നല്ല ഒരു പിന്നെ സ്നേഹമുള്ള മനുഷ്യൻ്റെ, വെറും പൊളിറ്റീഷ്യനല്ല. അയാൾക്ക് മനസ്സിലായി അത് എനിക്കുള്ള കത്താണെന്നുള്ളത്, എന്നെയാണ് അവർ ഇത് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ SBGക്കാരനോട് ബാക്കിൽ പറഞ്ഞു. അവർ ഉടനെ തന്നെ SBGന്ന് ഒരാൾ പോലീസിനെ വിട്ടു, കത്ത് വാങ്ങി കൊടുത്തു, വായിച്ച് നോക്കി. അത് ശരിക്കും വായിച്ച് 2 തവണ വായിച്ചിട്ടുണ്ട്. 2 തവണ ഈ കത്ത് വായിച്ച് അങ്ങേര് കവറ് മാറ്റി വെച്ചു, മറ്റേത് കിശലിട്ടു. ഇതൊക്കെ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്.
എന്നിട്ട് അവരോട് ചിരിച്ചു രാഹുൽ.